നോർത്ത് കൊറിയ ഇപ്പോൾ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, നിങ്ങളുടെ എംബസി ഞങ്ങളുടെ രാജ്യത്ത് തുറക്കണം. ഇഷാഖ് ദാർ എന്ന് പറയുന്ന അവരുടെ വിദേശകാര്യ മന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. COVID-19 ശേഷം അവിടെ മന്ത്രാലയമൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്, നോർത്ത് കൊറിയയും ചൈനയും റഷ്യയും പാകിസ്ഥാനും ഒക്കെ രഹസ്യമായിട്ട് ആണവായുധം പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല, ഭൂമിക്കടിയിലോ മറ്റോ ആയിരിക്കും. അമേരിക്ക അത് ചെയ്തിട്ടില്ല. ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ തുറന്ന പുസ്തകമായതുകൊണ്ട് എല്ലാവർക്കും അത് അറിയാൻ പറ്റും. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു ആണവ ഭീഷണിയിലേക്കാണ് ലോകം പോകുന്നത്. ഈ കൂട്ടി വായിക്കാൻ ഒരുപാടുണ്ട്. അങ്ങനെ നരേറ്റീവ് ഉണ്ടാക്കുന്നവരുണ്ട്. ഇതൊക്കെ എത്ര കണ്ട് സത്യമാണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ തുടക്കം അഫ്ഗാനിസ്ഥാനിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു. അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിലും ഭൂകമ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ്. അതെ. ഇത്തവണ ഭൂകമ്പം ഉണ്ടായി, വലിയ നാശനഷ്ടം ഉണ്ടായി, ആൾനഷ്ടം ഉണ്ടായി, കെട്ടിടങ്ങളിൽ അത് ഇതൊക്കെ. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഭൂകമ്പം ഉണ്ടാകുന്നതിൻ്റെ തൊട്ട് തലേന്നാണ് ട്രംപ് ഈ പലരും ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുന്നു. റഷ്യ, ചൈന, നോർത്ത് കൊറിയ ഇവരൊക്കെ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാനും ന്യൂക്ലിയർ ടെസ്റ്റ് നടത്താനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവരുടെ നെവാഡ, അമേരിക്കയിലെ വലിയ മരുഭൂമി പോലെ കിടക്കുന്ന വലിയ സ്ഥലം, അവിടെ ടെസ്റ്റ് നടത്താൻ ഞാനും അനുമതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ട്രംപ് അമേരിക്കയിൽ വന്നിറങ്ങിയിട്ട് CBS എന്ന് പറഞ്ഞൊരു ടെലിവിഷൻ വാർത്താ പോർട്ടൽ അവർക്കൊരു ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂവിലാണ് ട്രംപ് ആണവ പരീക്ഷണം നടത്തുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ റഷ്യ, ചൈന, നോർത്ത് കൊറിയ, പാകിസ്ഥാൻ്റെ പേര് ട്രംപ് ആദ്യം പറയുന്നത് അവിടെയാണ്. ഒരു പൊതുധാരണയുണ്ട്, പാകിസ്ഥാൻ്റെ ആണവായുധം അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. പാകിസ്ഥാനിൽ ഇരിക്കുന്നു, പക്ഷേ അത് അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. ഓപ് സിന്ദൂറിൽ ഇന്ത്യ അതിൽ കയറി ചവിട്ടി സബ്സ്റ്റാൻഷ്യൽ ഡാമേജ് ഉണ്ടാക്കി, അങ്ങോട്ട് കയറി ചെല്ലാനുള്ള, ഇറങ്ങി വരാനുള്ള ഗേറ്റ് അത് ഇതെല്ലാം നശിപ്പിച്ചു. അപ്പോൾ അതിലാണ് അമേരിക്ക വല്ലാതെ ചൂടാവുകയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കുമ്പോൾ പാകിസ്ഥാൻ നമ്മളോട് പറഞ്ഞു മതി ചേട്ടാന്ന് പറഞ്ഞു. മതിയെങ്കിൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ നൂർഖാൻ ബേസ് അവിടെയാണ് ഈ ആണവ സ്റ്റോറേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം പല വാർത്തകളും പുറത്തു വന്നു. ഇവരുടെ ആറ്റം ബോംബ്, പാകിസ്ഥാൻ്റെ ആറ്റം ബോംബ് എന്ന് പറയുന്നത് തന്നെ അമേരിക്ക ഉണ്ടാക്കി കൊടുത്തതാണ്, അല്ലാതെ പാകിസ്ഥാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതല്ല എന്ന് വരെയുള്ള ക്ലെയിമൊക്കെ ഉണ്ടായി. അത് മെല്ലെ അതാണ്. ഇപ്പോൾ ട്രംപ് പറയുന്നത് പാകിസ്ഥാൻ ഈ ടെസ്റ്റ് നടത്തുന്ന കൂട്ടത്തിൽ പാകിസ്ഥാനുമുണ്ട്. പാകിസ്ഥാൻ ഉണ്ടെങ്കിൽ അമേരിക്ക അറിയാതെ ഒന്നും പോവില്ല. അമേരിക്ക അറിയാതെ പാകിസ്ഥാൻ ശ്വാസം വിടുക പോലുമില്ല. ദാരിദ്ര്യം കൊണ്ട് നിത്യപ്രതിയില്ലായിരിക്കും. ഷഹബാസ് ഷെരീഫിൻ്റെ പ്രസംഗം കാണുന്നത്. ഷഹബാസ് ഷെരീഫ് പറഞ്ഞു, നമ്മളെ പിച്ചക്കാരായിട്ടാണ് എല്ലാവരും കാണുന്നത് ലോകരാജ്യം. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ സ്ഥലത്തു നിന്നും ലോൺ എടുത്തിരിക്കുന്നു. ആ ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് അടുത്ത ലോൺ എടുത്തിരിക്കുന്നു, അതിനുവേണ്ടി അടുത്ത ലോൺ എടുത്തിരിക്കും. ഇങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലോൺ എടുക്കാൻ സാധ്യമല്ല, കാരണം എടുത്താൽ തിരിച്ചടയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഗ്രാൻഡേ പറ്റുള്ളൂ. ഗ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്കന, യാചിക്കുക. ഈ അവസ്ഥയിലെത്തി. ഇപ്പം ഞാനിപ്പോൾ ആർക്കെങ്കിലും ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫോണെടുത്ത് സംസാരിക്കും എൻ്റെ അടുത്ത്. പക്ഷേ ഷഹബാസ് ഷെരീഫ് പറഞ്ഞു, ഞാൻ തെണ്ടാനാണ്, യാചിക്കാനാണ് വിളിക്കുന്നത് എന്നുള്ള മുൻവിധിയോടെ എന്നോട് സംസാരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ആരോടെങ്കിലും കാശ് ഞാൻ സിനിജിയോട് ചോദിക്കും, സിനിജി ഫോൺ എടുത്ത പാടെ അത് ആകെ ടൈറ്റായിട്ട് നിൽക്കുകയാണ്. എന്താ പറ. ഇപ്പോൾ ആകെ ടൈറ്റായിട്ട് നിൽക്കുകയാണെന്നുള്ള മുഖവരിയിൽ തന്നെ എൻ്റെ കാര്യം പോയി. 10 പൈസ പിന്നെ കടം ചോദിക്കുന്നതിന്. ഈ അവസ്ഥയാണ് ഷഹബാസ് ഷെരീഫിൻ്റെ പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതി. ഈ സമയത്ത് ഒരു ആണവ ടെസ്റ്റ് അവർ നടത്തുക, അത് സൂത്രത്തിന് അമേരിക്ക അറിയാൻ നടക്കില്ല. അവർ ചെയ്യുകയാണെങ്കിലും അമേരിക്ക അറിഞ്ഞുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. പാകിസ്ഥാൻ അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പാകിസ്ഥാൻ അതിനുള്ള ആരോഗ്യമോ കാശോ
ഒന്നും തന്നെ കയ്യിലില്ല. അഫ്ഗാനിസ്ഥാനുമായിട്ട് യുദ്ധം, ബലൂചിസ്ഥാൻ ആർമിയുമായിട്ടുള്ള യുദ്ധം. എന്താ പാകിസ്ഥാൻ്റെ സ്ഥിതി? അതുകൂടാതെ നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി ക്യാൻസൽ ചെയ്തില്ല. കാർഷിക മേഖല അവരുടെ തകർന്നു പോയി, സത്യത്തിൽ തകർന്നു. അതിൻ്റെ കൂടെ വെള്ളപ്പൊക്കം. ഈ വെള്ളപ്പൊക്കം കുറേയധികം നിയന്ത്രിച്ച് നിർത്തിയിരുന്നത് നമ്മളുടെ ഡാമുകളാണ്. നമ്മളിത്തവണ ഒന്നും ചെയ്തില്ല. വെള്ളം വന്നു, നമ്മളങ്ങ് താഴ്ത്തേക്ക് വിട്ടു. നമുക്കെന്ത് കാര്യം? പാകിസ്ഥാനിൽ നിന്ന് കുറേ ബഹളമൊക്കെ വെച്ചു. പാകിസ്ഥാൻ്റെ ധനകാര്യമന്ത്രിയാണെന്ന് തോന്നുന്നു ജനങ്ങളോട് പറഞ്ഞു, ഈ വരുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ വെള്ളം അത് ശേഖരിച്ച് വെച്ചു, വരൾച്ച വരുമ്പോൾ അത് ഉപയോഗിക്കും. പാത്രം എടുത്ത് ശേഖരിച്ചിട. അല്ല, അത്രയ്ക്ക് മോശമായി കിടക്കുകയാണ് അവരുടെ സ്ഥിതി. അപ്പോൾ അവരെന്ത് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്താനാണ്? ബട്ട് ട്രംപ് ഈ പാകിസ്ഥാൻ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തും എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത ദിവസവും മറ്റുമാണ് അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പം ഉണ്ടാകും. അപ്പോൾ ഇതുമായിട്ട് ജനം ഇതിനെ കൂട്ടിക്കെട്ടി. പാകിസ്ഥാൻ ടെസ്റ്റ് നടത്തുന്നു എന്നുള്ള ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അഫ്ഗാനിസ്ഥാനിലെ ഭൂചലനം. ഇത് പാകിസ്ഥാൻ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയതിനെ തുടർന്ന് തൊട്ടടുത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം ഉണ്ടായി. അപ്പോൾ ഇവർ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി. എന്നാൽ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഇത് ന്യൂക്ലിയർ ടെസ്റ്റ് അവിടെ എപ്പോഴും ഈ ഭൂചലനം ഉണ്ടാകുന്നതാണ്. അങ്ങനെ അല്ല എന്ന് പറയാൻ ഇപ്പുറത്തും സയൻറ്റിസ്റ്റുണ്ട്. പാകിസ്ഥാൻ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയിട്ട് തന്നെ ഞാനും സയൻറ്റിസ്റ്റ്, സിനുജിയും സയൻറ്റിസ്റ്റ്. ഞാനിത് തേങ്ങയാണെന്ന് പറയുമ്പോൾ സിനുജി ഇത് ചക്കയാണെന്ന് പറയും. രണ്ടും ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്യും? ഇതുപോലെ ഇവർ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയതാണ് കള്ളം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷേ ഇന്ന സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ. സത്യാവസ്ഥ ആർക്കും അറിയില്ല. ഇതിനിടയ്ക്കാണ് ഈ വാർത്ത, നോർത്ത് കൊറിയ പാകിസ്ഥാനോട് അവരുടെ എംബസി തുറക്കാൻ പറഞ്ഞു. വാസ്തവത്തിൽ പ്രത്യേകിച്ചൊരു കോൺസിക്വൻസും ഇല്ലാത്ത സാധനമാണ്. പക്ഷേ ഈ കൂട്ടിക്കെട്ടലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നിടയ്ക്കാണ് പാകിസ്ഥാൻ അവിടെ എംബസി തുറക്കും. അപ്പോൾ അതുമായിട്ട് കൂട്ടിക്കെട്ടും. ഇങ്ങനെ വാർത്തകൾ കൂട്ടിക്കെട്ടി നരേറ്റീവ് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന മാധ്യമങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണല്ലോ ജോലി. പക്ഷേ ഇതിനകത്ത് സംശയം വരുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത്, അതുപോലെ തന്നെ പഹൽഗാം ആക്രമണം നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഏതാണ്ട് തോൽവി സംഭവിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങളിപ്പോൾ ആണവായുധം ഉപയോഗിക്കും. ഒരു രാജ്യം ആണവായുധം ഉപയോഗിക്കുക എന്നുള്ളത് അറ്റയായി പ്രയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആണവായുധം ഉപയോഗിക്കണമെങ്കിൽ മറ്റൊരു നരേഷൻ ഉണ്ടായതും അമേരിക്കയാണ് പാകിസ്ഥാൻ്റെ ആണവായുധങ്ങളുടെ കസ്റ്റോഡിയൻ. കാരണം അമേരിക്ക ഉണ്ടാക്കി പാകിസ്ഥാൻ കൊടുത്താണെന്നും പറയപ്പെടുന്നു. എന്തായാലും അത്ര ഒരു കാര്യം അമേരിക്ക ഇപ്പോൾ പറയാൻ എന്താ കാര്യം? എന്തിനാണ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകുന്നത്? അപ്പോൾ അല്ല, ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഈ കയോസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചില വ്യക്തികൾ അങ്ങനെയാണ്. അവർക്ക് അണ്ടർ പ്രഷറേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചുറ്റും ഇങ്ങനെ ആകെ കൂടെ അലമ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ എഫിഷ്യൻസി മാക്സിമത്തിലെത്തുന്നത്, സമാധാനമായ അന്തരീക്ഷത്തിലല്ല. അതുകൊണ്ട് ട്രംപ് വന്നത് മുതൽ നോക്കി പുള്ളിയുടെ താരിഫ്, പുള്ളി പനാമ കനാൽ പിടിക്കും, ഗ്രീൻലാൻഡിന് സെൻറ്റിന് എന്ത് വിലയാണ്, ഗ്രീൻലാൻഡ് ഞാൻ മേടിക്കാൻ പോകണമെന്ന്. ഇപ്പം എന്ത് പുള്ളി ഉണ്ടാക്കിയ കലഹത്തിനും കുഴപ്പത്തിനും വല്ല അറുതിയുണ്ട്. എല്ലാവരും അങ്ങ് ടൈറ്റായി, ഇയാൾ എന്തിനുള്ള പുറപ്പാടാണ്, ഗ്രീൻലാൻഡ് ആക്രമിക്കുമോ, കാനഡ അമേരിക്കയുടെ സ്റ്റേറ്റായിട്ട് മാറിക്കൂടാ എന്ന്. അപ്പോൾ കാനഡ പേടിച്ചു പോയി. കാരണം എത്ര വലിയ രാജ്യമാണ് അത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഒരു ഭാഗമായിക്കുമോ, നിന്നെ ഞാൻ 51ാമത്തെ മേയറാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു. അപ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിലും ആ സമയത്തുണ്ടാകുന്ന കൺഫ്യൂഷനുണ്ടല്ലോ, അത് വളരെ വലുതാണ്. ഇപ്പം അതൊരു ആണവ തലത്തിലേക്കും, നെവാഡയിൽ അവർ ഒരുക്കമൊക്കെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ഈ പറഞ്ഞുണ്ടാക്കിയ അന്തരീക്ഷം, അതിൻ്റെ അലകളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ എല്ലാത്തിലും നമുക്ക് സംശയം തോന്നും. നോർത്ത് കൊറിയ പാകിസ്ഥാനെ വിളിച്ചു. നോർത്ത് കൊറിയ ആണവശക്തിയാണ്, പാകിസ്ഥാൻ ആണവശക്തിയാണ്. അപ്പോൾ നമുക്ക് സംശയം. അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പം ഉണ്ടായി, അപ്പോൾ നമുക്ക് പാകിസ്ഥാനെ സംശയം. ഇങ്ങനെ അതിനിടയ്ക്ക് പുടിൻ പറഞ്ഞു ഞാൻ ഇത് ചെയ്തു, ആണവ മിസൈൽ. അത് ലോകം ഇന്ന് വരെ കാണാത്ത രീതിയിൽ കടലിൽ നിന്ന് റേഡിയേഷൻ സുനാമി, റേഡിയോ ആക്റ്റീവ് സുനാമി ഉണ്ടാകത്തക്ക രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞു. ഉടനെ അത് പ്രശ്നമായി. ട്രംപ് പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട് ഈ സാധനം ഓൾറെഡി,
ഞാൻ നിൻ്റെ അവിടെ കടലിൽ കപ്പലിൽ ഇട്ട് വെച്ചിരിക്കുക, കുത്തി കീറിക്കളയും ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. അപ്പോൾ ട്രംപിന് ഇത് ഇഷ്ടമാണ്, ഇങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബഹളം വയ്ക്കുന്നത് പിടിക്കുന്നതൊക്കെ. അതിലപ്പുറം ഇതിലൊക്കെ സത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കറിയാം? ആർക്കും അറിയാൻ പറ്റില്ല. പക്ഷേ സമർത്ഥമായിട്ട് മാധ്യമങ്ങൾ ഇത് കൂട്ടിക്കെട്ടി വാർത്തകൾ ചമച്ചുകൊണ്ടിരിക്കും. പക്ഷെ 32 വർഷത്തിന് ശേഷം അമേരിക്ക ഒരു ആണവ പരീക്ഷണം നടത്താൻ പോകണമെന്ന് തുറന്ന് ട്രംപ് പറയുകയല്ലേ, അതിനെ പേടിക്കണ്ടേ? അയാൾ പരീക്ഷിച്ചത് ഞാൻ പറയട്ടെ, ലോകത്ത് ഇതുവരെയുള്ള കണക്കനുസരിച്ച് 440 ആണവായുധങ്ങളാണ് എല്ലാവരുടെയും കയ്യിലായിട്ടുള്ളത്, ഡിക്ലെയർ ചെയ്തത്. 300 എണ്ണം മതി ഭൂമി മൊത്തം നശിച്ചു പോകാനായിട്ട്. 140 എണ്ണം എക്സ്ട്രാ ഇരിക്കുകയാണ്. ഇനി 141ാമത്തേത് ട്രംപ്, 142 റഷ്യയും 143 ചൈനയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ 300-ൽ ലോകം തീർന്നില്ലേ? പിന്നെ തന്നെ അടുത്തത് ചെയ്തിട്ട് എന്താ കാര്യം? ഒറ്റ ആറ്റം ബോംബിൽ ലോകം തീരുമെങ്കിൽ രണ്ടാമത്തെ ആറ്റം ബോംബ് കയ്യിലുണ്ടായിട്ട് എന്താ പറയുക? തീർന്ന് താനടക്കം പോയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വലിയ ഇതൊക്കെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്തോട്ടെ അമേരിക്ക. പക്ഷേ ഇതിനകത്ത് കഥയൊന്നുമില്ല. നരേന്ദ്രമോദിയാണ് ഇക്കാര്യത്തിൽ മിടുക്കൻ. ഈ പാകിസ്ഥാൻ ഞാൻ ആണവായുധം ഉപയോഗിക്കും, ആറ്റം ബോംബിടും, ഞാൻ ഇടറാ നീ കാണാ കയറി അടിക്കാൻ. അവൻ്റെ 100 ഖാനും മറ്റെന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു, എല്ലാം അടിച്ച് പണ്ടാറൊക്കെ ഇടുന്നില്ലേടാ ആറ്റം ബോംബ്. ചേട്ടാ നമുക്ക് നിർത്താം, ശരി. എന്നിട്ട് നാട് നീളെ എക്സർസൈസ് നടത്തുന്നു. ഇന്നും ഒരു എക്സർസൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, സൈനിക അഭ്യാസം. ഈ അഭ്യാസം കാണിച്ച് നാട്ടുകാരെ പേടിപ്പിക്കും. അല്ല, പട്ടിണിയും പരിവട്ടമാണെങ്കിൽ എന്തിനാണ് ഈ സർക്രീക്ക് മേഖലയിലടക്കം നേവി പരിശീലനത്തിൽ വരുന്നു, അല്ലെങ്കിൽ എയർഫോഴ്സ് പരിശീലനത്തിൽ എന്തിനാണ് പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാക്കുന്നത്? അല്ല, അതൊക്കെ ഇതിൻ്റെ ഒരു ചടങ്ങല്ലേ. അവർക്ക് നിന്ന് പഴയ്ക്കണ്ടേ? മാത്രമല്ല അവരൊരു സ്ട്രാറ്റജിക് പൊസിഷനിൽ നിൽക്കുന്നവരാണ് പാകിസ്ഥാൻ. അവരെ അമേരിക്ക സഹായിക്കും, ചൈനയും സഹായിക്കും. അമേരിക്ക കൈവിട്ടാൽ ചൈന സമ്പൂർണ്ണമായിട്ട് സഹായിക്കും. ഇപ്പോൾ രണ്ടുപേരും കുറേശ്ശെ സഹായിച്ചിരിക്കുകയാണ്. ആയുധങ്ങളുടെ കാര്യത്തിൽ അവർ ചൈനയുടെ അടുത്താണ് കൂടുതൽ. ആയുധങ്ങൾ ചൈനീസ് ആയുധങ്ങളാണ്. പക്ഷേ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ അവരുടെ സാമ്പത്തിക സ്ഥിതിയും എല്ലാം താങ്ങി നിർത്തിയിരിക്കുന്നത് അമേരിക്കയാണ്. IMF-ൽ ലോൺ കൊടുത്ത്. അമേരിക്ക വെറുതെ കാശ് കൊടുക്കില്ല ആർക്കും കേട്ടോ. ആർക്കും വെറുതെ കാശ് കൊടുത്ത് ചരിത്രം അമേരിക്കയ്ക്കില്ല. അവർ തിരിച്ച് പിഴിഞ്ഞ് മേടിക്കും. പാകിസ്ഥാൻ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ ഉക്രൈൻ യുദ്ധം കഴിയുമ്പോൾ ഉക്രൈൻ്റെ പകുതി ഭാഗം അമേരിക്കയുടെ കയ്യിലിരിക്കും, യൂറോപ്പിൻ്റെ കയ്യിൽ. ഈ 10 വർഷത്തെ സൈനിക കരാറിൽ ഇന്ത്യ അമേരിക്ക തമ്മിലിപ്പോൾ ഒപ്പുവെച്ചിട്ടുണ്ട്, പ്രതിരോധ കരാറിൽ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെ സഹായിക്കാനായിട്ട് അമേരിക്ക വരികയാണോ? സഹായിക്കാൻ വരികയല്ല, മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇവർ നമ്മുടെ ഈ ചർച്ച നടക്കുന്നുണ്ടില്ല. പീയൂഷ് ഗോയലും ടീമും അമേരിക്കൻ ടീമുമായിട്ട് താരിഫ് ചർച്ച. അപ്പോൾ ആ ചർച്ചയിൽ ഇങ്ങനെ വരുന്നു, നമ്മൾ തമ്മിൽ എന്തൊക്കെയാണ് ഐറ്റംസ്. ഒന്ന് ഡിഫൻസ് ഐറ്റംസ്, വേറൊന്ന് ടെക്സ്റ്റൈൽ, വേറൊന്ന് ജെംസ്. ഇതുപോലെ ഐറ്റംസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് 32 ഐറ്റമാകും. 32 സെക്ഷനായിട്ട് ഇത് തിരിച്ചു. എന്നിട്ട് ഇതിനകത്ത് ഡിസ്പ്യൂട്ട് ഇല്ലാത്ത സെക്ഷൻ ഏതാ? ഡിഫൻസ്. അത് നിങ്ങൾക്കും പ്രയോജനമുണ്ട്, ഞങ്ങൾക്കും പ്രയോജനമുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഡിഫൻസ് മാറ്റി. എന്നിട്ട് അത് രാജ്നാഥ് സിംഗും അവരുടെ ടീമുമായിട്ട് അവരെന്താണെന്ന് വെച്ചാൽ കരാറിൽ ഏർപ്പെട്ടോട്ടെ, അത് ഫ്രീ ആക്കി വിട്ടു. ഇങ്ങനെ ഓരോ ഐറ്റമായിട്ട്. ഇത് വലിയ പ്രയാസമില്ല. കാരണം ഈ കാർന്നവർ രാവിലെ എണീറ്റ് വേറെ എന്തെങ്കിലുമൊക്കെ പറയും. ഈ ദുരിതം സഹിക്കേണ്ടത് ഈ ഡെലിഗേഷനാണ്, ഇന്ത്യയുടെ ആണെങ്കിലും അമേരിക്കയുടെ ആണെങ്കിലും. അപ്പോൾ അവരിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഡിസ്പ്യൂട്ട് ഇല്ലാത്ത ഏരിയ ഉണ്ടല്ലോ, താരിഫില്ല, അഥവാ താരിഫ് ഉണ്ടെങ്കിൽ തന്നെ മ്യൂച്വലി എഗ്രീഡ് അങ്ങനെ ഉള്ള ഏരിയ, അതാണ് ഡിഫൻസ്. അപ്പോൾ ആ കോപ്പറേഷൻ അത് 10 വർഷത്തേക്ക് സൈൻ ചെയ്ത് അതിനകത്ത് സിഗ്നിഫിക്കൻ്റ് ഇതെന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ആ കരാറിൽ മിലിറ്ററി ഹാർഡ്വെയർ ഇന്ത്യയിൽ നിന്ന് അമേരിക്ക വാങ്ങിച്ചോളാം എന്നും കരാറുണ്ട്. ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങും, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയും വാങ്ങും. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്ക എഗ്രി ചെയ്യുന്നു, ഇന്ത്യയിൽ നിന്ന് മിലിറ്ററി ഹാർഡ്വെയർ ഞങ്ങൾ വാങ്ങാം. കാരണം മിക്കവാറും അത് ഇസ്രായേലിൻ്റെ അനുഭവം വെച്ചിട്ടായിരിക്കും. ഇസ്രായേലിന് നമ്മൾ ഒരുപാട് ആയുധം കൊടുത്തു, ലോ ടെക്നോളജി ആയുധങ്ങളാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ടാങ്ക്, ട്രഡീഷണൽ തോക്ക്, ലോഞ്ചർ,
ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ. ഇതൊക്കെ ഇസ്രായേലിന് നമ്മൾ കൊടുത്തുകൊണ്ടേയിരുന്നു. കപ്പൽ നിറച്ച് പൊക്കോണ്ടേയിരുന്നു ഈ ഗസ ഓപ്പറേഷൻ്റെ സമയത്ത്. ഇപ്പോഴും ഒരു പക്ഷേ പോകുന്നുണ്ടാകും. അമേരിക്ക അത് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല ആയുധങ്ങളാണ് ഇന്ത്യ. പഴയ ഈ കോൺഗ്രസ് ഭരണകാലത്തെ ഓർഡിനൻസ് ഫാക്ടറിയൊക്കെ തട്ടിമാറ്റി പുള്ളി കമ്പനിയാക്കി മോദി. കമ്പനി മാനേജിങ് ഡയറക്ടർ, അതിൻ്റെ പെർഫോമൻസ് റിപ്പോർട്ട്, ആദ്യത്തെ എല്ലാം ടൈറ്റാക്കി. 10-12 മിലിറ്ററി കമ്പനികളായി. അതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കോംപ്ലക്സ് ആക്കിയിട്ട് അത് ഡിഫൻസ് മിനിസ്റ്ററുടെ കീഴിൽ കൊണ്ടുവന്ന് അങ്ങനെ സംഗതി അങ്ങ് ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ കൃത്യമായിട്ട് പ്രൊഡക്ഷൻ തുടങ്ങി. നല്ല പ്രോഡക്റ്റ് നമ്മൾ അതിപ്പോൾ അമേരിക്ക വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക ഈ ട്രംപിൻ്റെ താരിഫ് എന്നൊക്കെ പറയുന്നത് നമ്മളെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമൊന്നും കാർന്നോർക്കില്ല. കാർന്നവരുടെ ഈ ഇതുണ്ടല്ലോ, എന്താ അതിന് പറയുക, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്വഭാവം, ആ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെയും പുള്ളി കൺഫ്യൂഷനിലാക്കിയെന്നേ ഉള്ളൂ. പുള്ളി എല്ലാവരെയും കൺഫ്യൂഷനിലാക്കി, കൂട്ടത്തിൽ നമ്മളെയും കൺഫ്യൂഷനിലാക്കി. അല്ല, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പീറ്റ് ഹെക്സത്ത് എന്ന് പറയുന്ന അവരുടെ യുദ്ധകാര്യ സെക്രട്ടറിയും തമ്മിൽ ഈ കരാറിൽ ഒപ്പിട്ടപ്പോൾ ആർമി ബേസുകൾ പോലും പരസ്പരം സഹകരിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്ക 10-15 ആർമി ബേസുകളുണ്ട്. അവിടെ ഇന്ത്യയെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിപ്പിക്കുമോ? അത് നേരത്തെ ഉണ്ട് കേട്ടോ, നേരത്തെ ഉണ്ട്. അമേരിക്കൻ ജനറൽസ് ഇന്ത്യയിൽ വരുന്നു. വന്നിട്ട് 3 മാസം അവർ നമ്മുടെ ജനറലിന് പകരം അവർ തന്നെ അവരെ പ്രതിഷ്ഠിച്ച് അവരോട് കാര്യങ്ങൾ നടത്താൻ, യുദ്ധമല്ല, സമാധാന കാലത്തെ. അതുപോലെ നമ്മുടെ ജനറൽസ് അവിടെ പോയിട്ട് അമേരിക്കൻ പട്ടാളക്കാരെ നിയന്ത്രിക്കുകയും പറയുകയും ചെയ്യും. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ ഡിഫൻസ് കോപ്പറേഷനുണ്ട്. നാളെ പട്ടാളം തന്നെ, ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറയും, അവർ പട്ടാളം തന്നെ ഇറങ്ങേണ്ടി വന്നു എന്ന് വയ്ക്കുക. രണ്ടുപേരും പരസ്പരം മിക്സ് ചെയ്താണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവരുടെ പ്രവർത്തന ശൈലി എന്താണെന്ന് നമ്മുടെ പട്ടാളക്കാർ അറിഞ്ഞിരിക്കണം, നമ്മുടെ പട്ടാളക്കാരുടെ ശൈലി എന്താണെന്ന് അവരും അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് ഈ ക്രോസ് കമാൻഡൊക്കെ നടക്കും. പട്ടാളം ഭാരതത്തിൻ്റെ, ജനറൽ അമേരിക്കയുടെ, ഇങ്ങനൊരു കോമ്പിനേഷൻ പോസിബിളാണോ എന്നുള്ള ഒരു നോട്ടമാണിത്. അപ്പം ആ തയ്യാറെടുപ്പ് നേരത്തെ മുതലുണ്ട്, സഹകരണം നേരത്തെ മുതലുണ്ട്. ആകെ ഇതേ ഉള്ളൂ, ഈ അമേരിക്ക നമ്മുടെ ശത്രുവൊന്നുമല്ല. ശത്രുവാകാൻ അമേരിക്കയ്ക്കും മുതലാവില്ല, നമുക്കും മുതലാവില്ല. എന്നാൽ നമ്മൾ വലിയ മിത്രവുമല്ല. മിത്രമായി കഴിഞ്ഞാൽ ഡേഞ്ചറുമാണ്. ഈ ഹെൻറി കിസിഞ്ചർ പറഞ്ഞില്ലേ, ടു ബി ആൻ എനിമി ഓഫ് US ഈസ് ഡേഞ്ചറസ്, ടു ബി എ ഫ്രണ്ട് ഓഫ് US ഈസ് ഫെയ്റ്റൽ. മരിച്ചു പോകും അമേരിക്കയുടെ സുഹൃത്തായി കഴിഞ്ഞാൽ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നോക്കാം എന്ത് സംഭവിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.